ഗൈസ്, ഇപ്പം ഞാൻ ഈ വണ്ടി ഓടിച്ച് പോകുന്നത് വേറെ എങ്ങോട്ടല്ല കേട്ടോ. കുറച്ച് നാളായിട്ടുള്ള ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നല്ല, ഒരു മന്തി കഴിക്കാനാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മന്തി ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും എന്തോ എനിക്ക് ഇവിടുത്തെ മന്തി ഒരു സ്പെഷ്യൽ തന്നെയാണ്. കാരണം എന്റെ കല്യാണത്തിന് മുന്നേ ഒട്ടുമിക്ക സമയങ്ങളിൽ ഞാൻ ഇവിടെ വന്ന് കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം എനിക്ക് അങ്ങനെ വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയ സമയം നോക്കി കുടുവിനെ ഉറക്കി അമ്മയുടെ കൊടുത്തിട്ട് ഞാൻ നേരെ മന്തി കഴിക്കാൻ പോകുന്നു. ഈ പെരി പെരി അൽഫാമിന്ന് ഒരു പീസ് എടുത്ത മയോണീസ് കൂട്ടി ആ റൈസിലങ്ങ് കഴിക്കുമ്പോൾ എൻ്റെ പൊന്നടാ സ്വർഗം. ഇവിടെ നിന്ന് ഒത്തിരി റിവ്യൂസ് വരുന്നുണ്ടാവാം, പക്ഷെ പേഴ്സണലി എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ ആസ്വദിച്ചിരുന്ന ആ ഒരു ക്വാർട്ടർ ഫുള്ള് ഞാനങ്ങ് തട്ടി. അങ്ങനെ ഒത്തിരി നാളുകൂടി കഴിച്ച സന്തോഷത്തിൽ ചാടിത്തുള്ളി പോകുന്ന കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ സ്ഥലം വേറെങ്ങല്ല, നമ്മുടെ വടുതലയിലെ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന അറേബ്യൻ ഷാപ്പ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതാ നേരെ പോകുന്നത് മെഹന്തിയിലേക്കാണ്. ഈ സൺഡേ ഞാൻ കൂടുമായിട്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഹരിയാട്ടിന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിരുന്നു ഞാൻ ത്രെഡ് ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങോട്ട് ചെല്ലാവൂ. കാരണം വേറെ ഒന്നല്ല, പിരികം വളർന്ന അങ്ങ് ദിഗംബരനെ പോലെ ആയിരിക്കായിരുന്നു. അതുമല്ല എൻ്റെ ഒരു കൊണഷ്ട പിടിച്ച പിരികായത് കാരണം എനിക്ക് ഇവിടെ ചെയ്താലും ഒരു തൃപ്തി വരും. അങ്ങനെ പാർലറിൽ വന്ന ചേച്ചി എന്നോട് ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രീത ചേച്ചി, ഇത് നമ്മുടെ സ്വന്തം ദീദി. കുടുവിനെ ഉറക്കിക്കെടുത്തിട്ട് വന്ന കാരണം എനിക്കങ്ങനെ ഓഫർ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. പിന്നെ ജസ്റ്റ് ത്രെഡ് ചെയ്തു, ഒരു ക്ലീനപ്പും കൂടി ചെയ്തേക്കാന്ന് വെച്ചു. അതുമല്ല ഇവരുടെ കസ്റ്റമർ സർവീസും കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കല്യാണത്തിന് അഞ്ചു ചേച്ചി ഒരുക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ അന്ന് വർക്ക് കൂടുതലുണ്ടായിട്ടും ചേച്ചി എന്നെ ഒരുക്കി തന്നിട്ടോ. അതിന് ചേച്ചിയോട് എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അങ്ങനെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ക്ലീനപ്പ് ചെയ്യാൻ പോയിട്ടു. അകത്തേക്ക് ഫോൺ അങ്ങനെ അലൗഡ് അല്ലാത്ത കാരണം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. അങ്ങനെ ചെയ്ത് പകുതിയായപ്പോൾ കുടു നല്ല കരച്ചിലാന്ന് പറഞ്ഞ അമ്മ വീണ്ടും എന്നെ വിളിച്ചു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇടേണ്ട പാക്ക് അവർ എനിക്ക് വീട്ടിലേക്ക് തന്നു വിടുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.